നീ ഇത്ര വൈകിയത്? ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? അതൊക്കെ ഞാൻ പറയാ, അതിനകത്ത് കയറട്ടെ. എന്തായിടി, നീ ചാടിയാ? പിന്നല്ല, ഈ നിത്യ ഒരു കാര്യം വിചാരിച്ചാ അത് നടത്തിയിട്ടേ വരുള്ളൂ. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നീ ചാടുന്നു. നീയാണോ അവിടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വേണ്ടി കുഴി ചാടിക്കണേ? ഓ പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം മാൻ. ബൈ ദ വൈ നിത്യ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു ഡയർ? പുല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവളുടെ ഒരു ഡയറ് കിട്ടിയല്ലോ, ഇപ്പൊ സമാധാനായില്ലേ? ഇല്ല, ചോദിച്ചു മേടിച്ച്. എനിക്ക് സങ്കടമൊന്നുമില്ല. ആ കണ്ണീര് തുടച്ചിട്ട് പറ. നീയും നിത്യ, നീ ചൂടാവണ്ട, എന്താ ഉണ്ടായെന്ന് പറ. ആ ഡയറി തന്നവന്മാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നാളെ കോളേജിൽ പോട്ടെ. അവരിനെന്തിനാ പറയണ്? നീയല്ലേ ചെയ്യാ പറഞ്ഞു. ഞാൻ അപ്പളേ വേണ്ട പറഞ്ഞില്ലേ? എന്തായാലും നീ രക്ഷപ്പെട്ടില്ലേ, അതന്നെ ഭാഗ്യം. അത് സീനിയറാണെന്ന് നിനക്ക് ഉറപ്പാണ്? ആണെന്നാ തോന്നുന്നു. നമുക്ക് നാളെ കോളേജിൽ പോകുമ്പോൾ കാണാലോ. ഇപ്പൊ എല്ലാരും വന്ന് കിടക്ക്, നാളെ കോളേജിൽ പോകേണ്ടതല്ലേ? ആടി, എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എടി, എന്താടി ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? വിളിച്ചുണർത്തടി അതിനെ. ഡി, എനിക്ക് വാ, ക്യാൻറ്റീനിൽ പോവാ. മതി ഉറങ്ങിയത്. അല്ല, ആരുടെ കുരുട്ടുകളവിടെ? അത് ശരിയാണല്ലോ, അവന്മാരുണ്ട് അവിടെ. എന്താണോ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാവും രണ്ടുപേരും. ശരി, വാടി പോവാ ക്യാൻറ്റീനിക്ക്. ഡി, എന്തൊക്കെയാ വേണ്ടത്? ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. എനിക്കൊരു രതീഷ്. എന്നാ എനിക്ക് അതന്നെ മതിയടി. ഡി നിത്യ, നിനക്കോ? എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വാടി. നിനക്കത് കണ്ണില്ലേ? നീ എവിടെ നോക്കി നടക്കണു? സോറി, അറിയാണ്ടായതാണ്. എന്റെ പുതിയ ഷർട്ടാണ്. ഞാൻ വേണമെങ്കിൽ വാഷ് ചെയ്ത് തരാം. ഓരോന്ന് ഇറങ്ങി വന്നോളും രാവിലെ തന്നെ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. കഴുകി തരാ പറഞ്ഞില്ലേ, പിന്നെന്താണ്? എനിക്ക് മാത്രമൊന്നുമല്ലല്ലോ കണ്ണ്, നിനക്ക് കണ്ണുണ്ടല്ലോ. എന്റെ മേലെ കോഫി കിട്ടിയെന്ന് പോലെ ഇപ്പൊ എനിക്കാണ് കുറ്റം. കഴുകി തരാന്നാ വിചാരിച്ച, ഇനി അതും ഇല്ല. അറിയാതെ തട്ടിയല്ലേ കഴുകി തരാ വിചാരിച്ച? തലയിൽ കയറി നിറങ്ങണം. ഇനി വീട്ടിൽ പോയി ഒറ്റയ്ക്ക് കഴിക്കോ, ഞാൻ പോണ്. എന്താടി നീ ഇങ്ങനെ ഓടി വരുന്നേ? എന്താ പ്രശ്നം? അതൊന്നും പറയണ്ട. എന്നാ പറയണ്ട, നീ മിണ്ടാണ്ടിരിക്കടി, അവള് പറയട്ടെ. അതെന്തായാലും അടിപൊളി. എനിക്ക് പോയാ മതിയായിരുന്നു. നിനക്ക് പ്രാന്താടി. നീ പോയത് പോയി, പട്ടെന്താ കാര്യം? ശരി, വാ കഴിക്കാം. എന്താണ് നിന്റെ പോലെ ഇഞ്ചി എന്നൊക്കെ ഒരങ്ങനെ പോലെ ഉണ്ട്? നിന്റെ മേത്താരാടാ മുറുക്കി തുപ്പിയത്? അത് മുറുക്കാനൊന്നല്ലേ, കോഫിയാടാ. നിന്റെ ഷർട്ടിൽ എന്താടാ ലിപ്സ്റ്റിക്ക്? ലിപ്സ്റ്റിക്കാ? എവിടെ? കിടന്നുരുളാണ്ട് കാര്യം പറയടാ.
കോഫി ആയി, ലിപ്സ്റ്റിക്കും ആയി. സബാഷ്. പോയി കഴുകിയിട്ട് വാടാ. ആടാ, ഞാൻ പോയി കഴുകിയിട്ട് വരാം. माहिया 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 मेरे माहिया मेरे माहिया വാടി നമുക്ക് പോവാം. നീ എവിടെയാടാ നോക്കിയിട്ടിരിക്കണ്? നീക്ക് ഈ 2 ദിവസമായിട്ട് തുടങ്ങിയതാണല്ലോ ഇത്. വയറുവേദന, വിശപ്പില്ല, വെറുതെ അവിടെ ഇവിടെ നോക്കി ചിരിക്കണ, എന്തൊക്കെയോ ആലോചിക്കണ. എന്തൊക്കെയാണ് എനിക്ക് പറ്റിയത്? ആ, അത് എനിക്കും തോന്നി. ഒന്ന് പോടാടുന്നു, അതൊക്കെ എനിക്ക് തോന്നിയതായിരിക്കും. ഡാ, നിങ്ങൾ ഇവിടെ ഇരിക്കണോ? ഞാൻ നിങ്ങൾ എവിടെയൊക്കെ നോക്കി അറിയോ? എന്താ കാര്യം? ഡാ, അവന്മാരുടെ സസ്പെൻഷൻ കഴിഞ്ഞടാ. ഇന്നത്തെ ചാൻസ് ഉണ്ട്. ആഹാ, ഒരു അടിക്കുള്ള വകയായല്ലോ. നിങ്ങളിനി വെറുതെ അടിക്കാനോ ഇടിക്കാനൊന്നും പോകണ്ട. ഇപ്പൊ തന്നെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇനി പ്രശ്നം ഉണ്ടാക്കാൻ കുറെ സമയം കിടക്കല്ലേ. ഞാനായിട്ട് അങ്ങോട്ട് പോവില്ല. അവരിങ്ങോട്ട് വന്നാ പിന്നെ എന്റെ കൺട്രോൾ പോവും. നോക്കാം, അവന്മാരാദ്യം വരട്ടെ. നിങ്ങളൊക്കെ ബുക്സ് എടുത്തില്ലേ ലൈബ്രറിയിൽ നിന്ന് സെമിനാറിന് വേണ്ടിയിട്ട്? ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരാം. ആടി, ഞങ്ങൾ ക്ലാസ്സിലുണ്ടാവും. നീ പോയിട്ട് വാ. എന്താടി, നിനക്ക് ബുക്കൊന്നും വേണ്ടേ? ആ, ഞാൻ പോട്ടെ. നിനക്കിപ്പോ എന്താ അത്ര തിരക്ക്? ഇന്ന് വല്ല ഹോസ്റ്റലിൽ ചാടാനുള്ള പ്ലാൻ ഉണ്ടാ? എനിക്കിപ്പോ അതല്ലേ പണി. നിനക്ക് അതന്നെയാണല്ലോ പണി. നീ ബുക്ക് തരാനല്ലേ വിളിച്ച്? ബുക്ക് തന്നില്ലേ? ഇനി ഞാൻ പോട്ടെ. നിനക്ക് പറയട്ടെ, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഹോസ്റ്റലിൽ ചാടിയുള്ളല്ലേ നീ? അതെന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. നിനക്കൊരു സാഹചര്യം വന്ന നീ എന്തും ചെയ്യൂ? ആ, ചെയ്യും. എന്തും? അതിനെന്തിനാ നീ അടുത്ത് വരുന്നു? मेरे माहिया